الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത അജണ്ടകളിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് യാത്രകൾ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ യാത്രകൾ നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാത്രമല്ല, ജന്തുജീവ ലോകങ്ങളിലെല്ലാം ഈ യാത്രയുണ്ട്. മൃഗങ്ങളും പക്ഷികളുമൊക്കെ ദേശാടന യാത്രകൾ നടത്തുന്നത് നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വാഹനം ഉപയോഗിച്ചുകൊണ്ട് വാഹനമേറി യാത്ര ചെയ്യുന്ന ഏക ജീവി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യൻ മാത്രമാണ്. ആദിമ മനുഷ്യൻ മുതൽ വാഹനം ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾ യാത്രയായും ചരക്കുകൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കാനുമായി ഒക്കെ മൃഗങ്ങളെയാണ് ഉപയോഗിച്ചിരുന്നത്. സൂറ നഹ്ലിലെ 8-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ വിശദീകരിക്കാൻ അടുത്തത് പറയുന്നുണ്ട്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബുഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് അല്ലാഹു കുതിരകളെയും കോവർക്കഴുതകളെയും കഴുതകളെയും വാഹനമായി അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ അലങ്കാരമായി നിങ്ങൾ ആ മൃഗങ്ങളെയൊക്കെ കാണുകയും ചെയ്യുന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഇനി നിങ്ങൾക്ക് വാഹനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കറിയാത്ത പലതും അവൻ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന അത്യന്താധുനിക വാഹനങ്ങളെക്കുറിച്ചുള്ള പരാമർശം പറയും. ആദിമ മനുഷ്യൻ ഉപയോഗിച്ച വാഹനങ്ങൾ മുതൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന പോലെ നാൽക്കാലികൾ, പ്രത്യേകിച്ച് ഒട്ടകങ്ങൾ, മരുക്കപ്പൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒട്ടകങ്ങൾ, വതഹ്മിലു അസ്ഖാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് വഹിക്കാനും ചുമക്കാനും കഴിയാത്തത്ര ഭാരമുള്ള നിങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്
ആ മൃഗങ്ങൾ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നു. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, നിശ്ചയമായും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് അളവറ്റ ദയയുള്ളവനാണ്, നിങ്ങളോട് കരുണ ചൊരിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയൊക്കെ അങ്ങനെയുള്ള ഒരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒട്ടകങ്ങളൊക്കെ നമുക്കറിയാം വലിയ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് ഈ വിജലമായ മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാനാകും. ഇവിടെ ഖുർആൻ ഇത് കരയിലൂടെ സഞ്ചരിക്കുന്ന മൃഗങ്ങൾ വാഹനങ്ങളായി ഉപയോഗിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ കടലിലൂടെയുള്ള, കടലാണല്ലോ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത്. മനുഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് ആദിമകാലം മുതൽ തന്നെ കപ്പലിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. മനുഷ്യ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നിടത്ത് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച കപ്പലിൻ്റെ കാര്യം പ്രത്യേകമായി നമുക്ക് എടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. അവർക്കൊരു ദൃഷ്ടാന്തമാണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ്. ഖുർആനിൽ ഒരു കാര്യം ആയത്ത് എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിന് അവൻ ഉണ്ട് എന്നതിന് തെളിവായിക്കൊണ്ടാണ് അവൻ ആ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. ചരക്കുകൾ നിറച്ച കപ്പലുകളിലായിക്കൊണ്ട് തന്നെ മനുഷ്യരെ ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് നാം അതിൽ രക്ഷപ്പെടുത്തി. അതിനെക്കുറിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൂറ അൽ ബഖറയിൽ 164-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ചെയ്തു തന്ന 8 അനുഗ്രഹങ്ങളെ പ്രത്യേകമായി എണ്ണി പരിചയപ്പെടുത്തി പറയുന്നിടത്ത് പറയുന്നത് വൽ ഫുൽകല്ലതീ തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള വസ്തുക്കളെ ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, അതിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല സൂറ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽ അഅലാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇങ്ങനെ കപ്പലിനെ കുറിച്ച് പലയിടങ്ങളിലായി ഖുർആൻ അതിൻ്റെ വ്യത്യസ്തമായ ഉപകാരങ്ങൾ മനുഷ്യൻ അനുഭവിക്കുന്നതിനെക്കുറിച്ചും ആസ്വദിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. സമുദ്രങ്ങളിൽ മലകൾ പോലെ നിർമ്മിക്കപ്പെടുന്ന കപ്പലുകൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. വലഹു, അതിൻ്റെ നിയന്ത്രണം അവൻ്റെ അരികിലാണ്. അങ്ങനെയാണ് ആ കപ്പലുകളൊക്കെ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ ചോദിക്കുന്നുണ്ട് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി. അലം തറ അന്നൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ലാഹ് ലിയുരിയകും മിൻ ആയാതി ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സുബ്ബാരിൻ ശകൂർ. മനുഷ്യരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? കപ്പലുകൾ കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ നിയന്ത്രണം, അള്ളാഹുവിൻ്റെ മേൽനോട്ടം, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ളത് എന്നാണ്. കപ്പലുകൾ, നമ്മൾ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്തൊരു കപ്പലിന് അപകടപ്പെട്ടത് നമ്മൾ അറിയുകയുണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീരത്ത് തന്നെ മറ്റൊരു കപ്പൽ അപകടത്തിൽപ്പെട്ട് അത് കത്തി അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ദുരന്തങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോഴാണ് വാർത്താ മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ വരിക. അല്ലാതെ എത്ര ലക്ഷക്കണക്കിന് കപ്പലുകൾ മഹാസമുദ്രങ്ങളിലൂടെ ഇങ്ങനെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കളുമായി ഇങ്ങനെ അന്യോന്യം രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരങ്ങളും കച്ചവടങ്ങളും നടത്തിക്കൊണ്ട് മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്ന് മുതൽ തുടങ്ങിയതാണ്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ഈ യാത്രകൾ കരയിലൂടെയും കടലിലൂടെയും മനുഷ്യൻ
നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കപ്പലിലുള്ള യാത്ര, നമ്മുടെ കേരളക്കരയുമായുള്ള വ്യാപാര ബന്ധം അറേബ്യൻ നാടുകളിൽ പ്രത്യേകിച്ചും അവർ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് തന്നെ നടത്തിയിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ജാഹിലിയ കവിതകളിൽ വരെ ഇവിടെയുള്ള കുരുമുളകിന്റെ കാര്യങ്ങളൊക്കെ ഉപമയിലൂടെ വിശദീകരിച്ച ജാഹിലിയ കവിതകൾ നമുക്ക് വായിക്കാൻ കഴിയും. കേരളത്തിൽ നിന്ന് പോകുന്നതാണ് കുരുമുളക്. നമ്മുടെ വിഭവങ്ങൾ ഇസ്ലാമിന് മുമ്പ് തന്നെ അറേബ്യൻ നാടുകളിൽ എത്തിയിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്നത് ഈ കടൽ മാർഗമാണ്, കപ്പലിലൂടെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത് ലിയുരിയക്കും മിൻ ആയാതിഹി, ഈ വാഹനങ്ങളുടെയൊക്കെ സഞ്ചാരത്തിൽ അതിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. ഇവിടെ കപ്പലിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹു ഇങ്ങനെയുള്ള ഒരു വിശേഷണം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്വബ്ബാർ എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുള്ള മനുഷ്യന്മാർ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന മനുഷ്യന്മാർക്ക് തീർച്ചയായും ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേകം ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് കരയിലൂടെയാണെങ്കിലും കടലിലൂടെയാണെങ്കിലും ഇനി ആകാശലോകത്തുള്ള നമ്മുടെ യാത്രകളാണെങ്കിലും ഒക്കെ ശരി, ഈ യാത്രകളൊക്കെ നടത്തുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സ്, ഒരു വിശ്വാസിയുടെ മനസ്സ് പ്രത്യേകിച്ചും എങ്ങനെയായിരിക്കണം എന്നതുകൂടി ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഒരു വാഹനമേറുമ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം ആ വാഹനത്തിലേക്ക് കയറേണ്ടത് എന്നാണ്. ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ നാമത്തിൽ. അവനാണ് ഏറ്റവും വലിയവൻ, അവനാണ് മഹോന്നതൻ, അവനാണ് എൻ്റെ വാഹനമല്ല, ഞാനല്ല. അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഈ സൗകര്യമല്ല വലുത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിനയാന്വിതരാകണം. അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. അതിന് നമ്മൾ നിഅമത്തിന് ശുക്ർ ചെയ്യുകയും നന്ദി കാണിക്കുകയും വേണം. മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ആധുനിക മനുഷ്യൻ നിർമ്മിച്ച ഒരു വലിയ പ്രസിദ്ധമായ ഒരു ആഡംബര കപ്പലായിരുന്നു, ബ്രിട്ടീഷ് ആഡംബര കപ്പലാണ് RMS ടൈറ്റാനിക്. നമുക്കതിൻ്റെ ചരിത്രമൊക്കെ വായിച്ചത് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. 1912 അതിൻ്റെ കന്നി യാത്ര അത് ആരംഭിക്കുന്നത്. മില്യണയേഴ്സ് സ്പെഷ്യൽ എന്ന പേര് കൂടി ഈ ടൈറ്റാനിക്കിനുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരായ യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ളതല്ല, അതൊരു ആഡംബര കപ്പലായിരുന്നു. അതിൽ കോടിപതികളും വലിയ ധനാഢ്യരുമൊക്കെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. മാത്രമല്ല എല്ലാവിധ സുഖലോലുപതകളും ആസ്വദിച്ചുകൊണ്ട് ആനന്ദലഹരിയിൽ അഴിഞ്ഞാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു കപ്പലായിരുന്നു ശരിക്ക് ടൈറ്റാനിക്. അതിൽ നീന്തൽ കുളമുണ്ടായിരുന്നു, നിശാ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, പ്ലേ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, കുതിരസവാരി നടത്താനുള്ള വലിയ വലിയ സൗകര്യങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ കരയിൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സുഖലോലുപതകളും ആസ്വദിച്ചുകൊണ്ട് കടലിലൂടെ യാത്ര ചെയ്യാൻ ഒരുക്കിയ ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് എന്നുള്ളത്. മാത്രമല്ല, അത് കരയിൽ നിന്ന് അതിൻ്റെ കന്നിയാത്ര ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്ന ആളുകളും എഞ്ചിനീയേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ നിർമ്മിച്ച കമ്പനിയുമൊക്കെ പറഞ്ഞത്, ഇതിന് തുല്യമായി ഒരു കപ്പൽ ഇപ്പോൾ ഈ ദുനിയാവിൽ തന്നെ ഇല്ല എന്നും ഇനി മനുഷ്യൻ ഉണ്ടാക്കണമെങ്കിൽ അത് കൂടുതൽ ശ്രമകരമായിരിക്കും എന്നുള്ളതുമാണ്. മാത്രമല്ല, കന്നിയാത്ര ആരംഭിച്ചപ്പോൾ തന്നെ പരിശോധനയിൽ ഒരു കപ്പൽ, അതും മനുഷ്യരെയും വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു യാത്രാ കപ്പൽ, അത് കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്ന മനുഷ്യന്മാരുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് അതിന് ലൈഫ് ബോട്ടുകൾ അതിൻ്റെ കൂടെ ഉണ്ടാകണം, ഒരു നിബന്ധനയുണ്ട്. പക്ഷേ ഈ കപ്പൽ പുറപ്പെടുമ്പോൾ അതിലുള്ള യാത്രക്കാരുടെ എണ്ണത്തിന്റെ തോതനുസരിച്ചുള്ള ലൈഫ് ബോട്ടുകൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണെന്നോ, ഇത് ഒരിക്കലും തകരാനുള്ള കപ്പലല്ല,
എല്ലാ കടൽക്ഷോഭങ്ങളെയും പ്രതിസന്ധികളെയും അതിജയിച്ച് ഇത് ലക്ഷ്യം നേടാനുള്ള കപ്പലാണെന്നാണ്. അവിടെ ശരിക്കൊരു അഹങ്കാരമുണ്ട്, കിബിർ വരുന്നുണ്ട്. നോക്കണം നിങ്ങൾ. അങ്ങനെയുള്ള ആ കപ്പൽ അതിൻ്റെ കന്നിയാത്രയിൽ, ന്യൂയോർക്കിലേക്കുള്ള അതിൻ്റെ കന്നിയാത്രയിൽ തന്നെ ഒരു വലിയ ഐസ്ബർഗിൽ ഇടിച്ചുകൊണ്ട് അത് നടുപിളർന്ന് കടലിൽ മുങ്ങിപ്പോയത് നമുക്ക് വായിക്കാൻ കഴിയും. നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ ചിന്തക്കും പരിമിതികളില്ല. എത്ര വേണമെങ്കിലും ഉയരങ്ങളിലേക്ക് ഉയരാനുള്ള കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നുണ്ട്. ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അവൻ നടത്താം. നമ്മുടെ വാഹനങ്ങൾ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഹനമായി അവൻ സൃഷ്ടിച്ചു തരും എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനുഷ്യന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായി ഒരുക്കി തന്ന അള്ളാഹുവിനെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് എന്നാണ്. ടൈറ്റാനിക് എന്ന ആ അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ആ കപ്പൽ കടലിന്റെ ആഴിയിലേക്ക് കണ്ടുപോയി. എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം കടലിന്റെ അഗാധതയിൽ അത് അസ്തമിച്ചു. പിന്നീടാണ് അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ. ഇവിടെ നോക്കൂ, ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഹനത്തിൽ കയറുമ്പോൾ ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യനുണ്ടാകുന്ന മനോഗതിയെ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നത്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു പരമപരിശുദ്ധനാകുന്നു. ഇതിനെ നിയന്ത്രിക്കാനോ ഇതിന്റെ പരമമായ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിലല്ല. താൽക്കാലികമായ നിയന്ത്രണങ്ങളാണ് ഏത് വാഹനങ്ങളാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. സ്വന്തമായി അതിനെക്കുറിച്ച് ഒരു അധികാരവും അതിനെ അധീനമാക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടില്ല എന്നതാണ്. മാത്രവുമല്ല, നോക്കൂ, നമ്മൾ ഏത് യാത്രകൾ നടത്തുകയാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള. ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ, പടച്ചവനെ, ഞങ്ങളുടെ ഈ യാത്രയിൽ നന്മയാണ് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നത്. ഞങ്ങളുടെ യാത്രയിൽ നന്മ ചൊരിഞ്ഞു തരണമേ. വത്തഖ്വ, ഹൃദയഭക്തി ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി തരണമേ. വമിനൽ അമലി മാ തർള, നീ ഇഷ്ടപ്പെടുന്ന സുഹൃതങ്ങൾ, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹവും അതിനുള്ള തൗഫീഖും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നാണ് ശരിക്കൊരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ, ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കൂട്ടുകാരൻ നീയാണ് എന്ന്. ഏത് വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും, നമ്മൾ ഒറ്റക്കാണെങ്കിലും സംഘമായാണെങ്കിലും, കരയിലാണെങ്കിലും കടലിലാണെങ്കിലും, നമ്മൾ ആകാശത്താണെങ്കിലും, നമ്മൾക്കുണ്ടാകേണ്ട മനോഗതി, നമ്മുടെ മനസ്സിന്റെ മന്ത്രം എന്താണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, ഞങ്ങളുടെ യാത്രയിലെ കൂട്ടുകാരൻ നീയാണ് റബ്ബേ. കൂട്ടുകാരനായി അള്ളാഹുവിനെ കിട്ടിയ, സഹയാത്രികനായി അള്ളാഹുവിനെ കിട്ടിയ ഒരു വ്യക്തിക്ക് പിന്നെ എന്താണ് പേടിക്കാനുള്ളത്? എന്താണ് ഭയപ്പെടാനുള്ളത്? എത്ര നിർഭയമായിരിക്കും അവന്റെ മനസ്സ്, എത്ര സ്വസ്ഥമായിരിക്കും അവന്റെ ഹൃദയം. ആലോചിച്ചു നോക്കൂ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, റബ്ബേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, ഞാൻ വീട് വിട്ടാണ് പോരുന്നത്, എൻ്റെ മക്കളും കുട്ടികളും വീട്ടിലുണ്ട്. ആ സന്ദർഭത്തിൽ എൻ്റെ വീട്ടിലെ പ്രതിനിധിയും നീയാണ് റബ്ബേ. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം കൂടി നീ നോക്കണമെന്നർത്ഥം. എൻ്റെ കൂടെ നീ ഉള്ള പോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയും നീയുണ്ട് റബ്ബേ എന്ന ഈ വിചാരം നമ്മുടെ യാത്രകളിൽ ഉണ്ടാകണം. സഹോദരങ്ങളെ, ഈ ഒരു പാഠമാണ് ശരിക്ക് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് നൽകുന്നത്. നിരന്തരമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യൻ. ജീവിതമാകുന്ന ഈ യാത്രയിൽ ഒരു കാല് ദുനിയാവിലും മറ്റേ കാല് പരലോകത്തും വെച്ചുകൊണ്ടെന്ന പോലെയാണ് ശരിക്ക് നമ്മൾ ഓരോ നിമിഷവും ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്.
മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കുല്ലു ഇംറിഇൻ മുസബ്ബഹും ബി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഓരോ മനുഷ്യനും നേരം പുലരുമ്പോൾ തൻ്റെ വീട് വിട്ട് തൻ്റെ ജീവിത ആയോധന മാർഗങ്ങൾക്ക് വേണ്ടി അവൻ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി, നാം ധരിച്ചിട്ടുള്ള പാദരക്ഷയുടെ സ്പർശം പോലെ, ഒരു നിഴൽ പോലെ മരണം നമ്മുടെ കൂടെയുണ്ട് എന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാൽ മരണം എവിടെ, എങ്ങനെ, ഏത് വിധത്തിൽ നമ്മുടെ അടുക്കൽ വന്നാലും അള്ളാഹുവിന് ഇഷ്ടമുള്ളവരായി സംതൃപ്തരായി മരിക്കാൻ നമുക്ക് കഴിയണം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മരണമുണ്ട്. സമാധാനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി, ശാന്തമായി റബ്ബിനെ കണ്ടുമുട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് നീ മടങ്ങിക്കൊള്ളൂ നിന്റെ നാഥന്റെ അരികിലേക്ക്. സംതൃപ്തിയോടുകൂടി നിന്റെ റബ്ബ് നിന്നെക്കുറിച്ച് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന ഈ ഒരു വാക്യങ്ങളോടുകൂടി മടങ്ങാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ അവന് ഇഷ്ടമുള്ള വിധത്തിൽ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഹമ്മദാബാദിൽ ഇന്നലെ ഉണ്ടായ വിമാന ദുരന്തത്തിൽ നമ്മുടെ രാജ്യം ദുഃഖത്താൽ ഉള്ളുലഞ്ഞ് നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. അപകടത്തിൽ മരണപ്പെട്ടവരുടെ എല്ലാ കുടുംബാംഗങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും പ്രിയപ്പെട്ടവരുടെയും സങ്കടങ്ങളിൽ ഈ സന്ദർഭത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. എത്രയെത്ര സ്വപ്നങ്ങളാണ് ഒരു നിമിഷാർദ്ധം കൊണ്ട് എല്ലാം കരിഞ്ഞ് ചാമ്പലും ചാരവുമായി തീർന്നു പോകുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ പല കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് ബോധ്യം വരുന്നൊരു സംഗതിയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികൾ അവരുടെ മനസ്ഥിതി എങ്ങനെയാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്ത് മുസീബത്ത് ജീവിതത്തിൽ നമ്മൾ കണ്ടാലും അറിഞ്ഞാലും കേട്ടാലും നമ്മൾ എന്തുരിയാടണം? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വല്ല മുസീബത്തും വന്ന് ഭവിക്കുകയാണെങ്കിൽ അവർ ഇങ്ങനെ പറയുമെന്ന് ഖുർആൻ പറയുന്നു. മുസ്ലിങ്ങൾ മരിച്ചാൽ മാത്രം ചൊല്ലേണ്ട ഒരു വാക്കായിക്കൊണ്ടല്ല ഖുർആൻ ഇത് പറയുന്നത്. നമ്മുടെ കാല് എവിടെയെങ്കിലും ഒന്ന് വെച്ചുകുത്തി വേദനയായാൽ പോലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ വാക്ക് നമുക്ക് നൽകുന്ന സമാധാനവും ശാന്തിയും എത്രയാണെന്നോ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാവരും അള്ളാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാവരും ആ അള്ളാഹുവിൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ്. അങ്ങനെയുള്ള മനസ്ഥിതിയുമായി കഴിയുന്ന ആളുകൾക്ക് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അതിരും എതിരുമില്ലാതെ അവർക്കവൻ വർഷിപ്പിച്ചു കൊടുക്കും. അവൻ്റെ കാരുണ്യം അവർക്കവൻ നൽകും. അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ചവർ എന്ന് പറയുകയാണ്. അപ്പോൾ യാത്രകൾ, ഏത് യാത്ര നമ്മൾ നടത്തിയാലും, ആകാശ യാത്ര നമ്മൾ തുടങ്ങിയത് 1903 ഡിസംബർ 17 ഉച്ചക്ക് 12 മണിക്ക് റൈറ്റ് സഹോദരന്മാരാണ് ആദ്യമായി ആകാശയാത്ര നടത്തിയത്, വിമാനം പറത്തിയത്. അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ ആകാശയാത്ര.
മനുഷ്യൻ ആകാശത്താണെങ്കിലും കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ഇതൊക്കെ സംവിധാനിച്ച് സൃഷ്ടിച്ച അവന്റെ രക്ഷിതാവിനെയും റബ്ബിനെയും അവൻ മറന്നു പോകരുത് എന്നതാണ്. ഖുർആൻ അവതരിച്ച കാലത്ത് വിമാനമോ അതേപോലെ തന്നെ ആകാശവാഹനങ്ങളോ ഇല്ലായിരുന്നു. പക്ഷേ ഉണ്ടാകും എന്നതിനെ കുറിച്ച് അള്ളാഹു ഒരൊറ്റ വാക്യത്തിലൂടെ നമ്മെ സന്തോഷ വാർത്ത അറിയിച്ചു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത വാഹനങ്ങൾ ഇനിയും പലതും അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര മുന്തിയ കോടികൾ വില വരുന്ന ഒരു വാഹനമാണ്, വെൽഫെയർ ആണ് നമ്മുടെ ഈ റോട്ടിലൂടെ പോകുന്നതെങ്കിലും അത് റോട്ടിൽ കുണ്ടുണ്ടെങ്കിൽ അതിൽ വീഴും, ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും, വേറെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് അത് തന്നെ അനുഭവപ്പെടും. കോടികൾ വില കൊടുത്ത എൻ്റെ വാഹനമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചേ പോകൂ. അപ്പൊ നമ്മുടെ സമ്പത്താണെങ്കിലും നമ്മുടെ സൗകര്യങ്ങളാണെങ്കിലും ഇവിടെയൊക്കെ അള്ളാഹുവിനെ നമ്മൾ മറക്കണം. ഇനിയിപ്പോ അങ്ങനെയൊക്കെയുള്ള ചിറക് മുളച്ചുകൊണ്ട് ആകാശത്തിലൂടെ താൽക്കാലികമായി യാത്ര ചെയ്യാൻ പറ്റാവുന്ന വാഹനങ്ങൾ ഇവിടെ പുതിയത് കണ്ടുപിടിച്ചു വരുന്നുണ്ട്. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നമ്മുടെ പിന്തലമുറയൊക്കെ കാണുന്നത് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വാഹനങ്ങളാവുകയില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ കരിപ്പൂരിൽ നിന്ന് വിമാനം കയറി ജിദ്ദയിൽ ഇറങ്ങണമെങ്കിൽ 5-5.5 മണിക്കൂർ യാത്ര ചെയ്യണം. അതൊരു വലിയ ദീർഘദൂരമായി സമയമായി നമുക്ക് കാണുന്നു. എന്നാൽ ദൂരത്തെയൊക്കെ കവച്ചു വെക്കാനുള്ള അങ്ങനെ പെട്ടെന്ന് വേഗത്തിൽ അതിവേഗതയുള്ള വാഹനങ്ങൾ മനുഷ്യൻ കണ്ടുപിടിക്കുകയാണ്. എന്ത് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്. നമുക്കുള്ളതെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അധീനത്തിലുമാണ്. അവനിലേക്ക് മടങ്ങാനുള്ളവരാണ്. സുബ്ഹാനല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ ദിക്റുകൾ നിങ്ങൾ സദാ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി കഴിഞ്ഞുകൂടാനുള്ള മഹാസൗഭാഗ്യം അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമേ എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത രോഗികളുണ്ട്. എല്ലാവർക്കും അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ ശിഫയും ശമനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും അവരെ നീ കരകയറ്റണമേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.